ഇവിടെ എലത്തൂരിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഇന്ധനം ചോർന്നു. സമീപത്തെ ഓടകളിൽ ഇപ്പോൾ ഇന്ധനം പരന്ന് ഒഴുകുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ സമയമെടുക്കുമെന്ന് ഹിന്ദുസ്ഥാൻ പെട്രോളിയം അധികൃതർ ഇന്ന് അറിയിച്ചു. ഷഹദ് റഹ്മാൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. ഷഹദ്, യഥാർത്ഥത്തിൽ ആൾക്കാരൊക്കെ ഇത് അളന്ന് തൂക്കിക്കൊണ്ട് പോവുകയാണോ സംഭവം? പറയൂ ഷഹദ്, ഈ ചോർച്ച എപ്പോഴാണ് ഉണ്ടായത്? ഏത് സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്? നിലവിലെ വൈകിട്ട് 4 മണിയോട് കൂടിയിട്ടാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുന്നത്. കാരണം 4 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ നിന്നുള്ള ആളുകൾ നമ്മളെ വിളിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഇപ്പോഴും ഇവിടെയുള്ള ഈ ഓടകളിൽ നിന്ന് വ്യാപകമായിട്ട് ഇത്തരത്തിൽ ഈ ഡീസൽ കോരിക്കൊണ്ട് ഈ ബാരലുകളിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപ് ഈ കമ്പനിയുടെ മാനേജറുടെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് 600 ലിറ്റർ ഇത്തരത്തിൽ ഡീസൽ അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് അവരുടെ ഒഫീഷ്യൽ കണക്കാണ്. പക്ഷെ അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലവിലെ സാഹചര്യത്തിൽ കാണുന്നുണ്ട്. ഇവിടെയുള്ള നാട്ടുകാരൻ ഇപ്പോൾ നിലവിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടൻ, എത്ര മണിയോട് കൂടി സംഭവം? 3:30 മണി സമയത്ത് ഇത് ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കടലിലേക്ക് ഇത് ഒഴുകി, ഒരുപാട് സാധനങ്ങൾ കടലിലേക്ക് ഒഴുകിപ്പോയി അവിടെ മീനുകളൊക്കെ ചത്തു ഒടുങ്ങിയതിന് ശേഷമാണ് ഇത് അറിയുന്നത്. അന്നതിന് ശേഷം ഇവിടെ ഈ ഓടുള്ളത് ഇവർ അറിയില്ല. സംഭവം ഈ ഓടയിൽ കൂടിയാണ് വരുന്നത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇത് 4ാമത്തെ തവണയാണ് ഈ ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നിട്ട് ഈ അധികാരികൾ ഇതുവരെ കണ്ണ് തുറന്നിട്ടില്ല. കണ്ണ് തുറക്കാത്തൊരു പ്രയാസമുണ്ട്. അത് ഈ ചുറ്റുവട്ടത്ത് എത്രയോ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഇത് പെട്ടെന്ന് ഈ സാധനം ഇവിടുന്ന് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ് 10-35 വർഷമായി ഇവിടെ ഇതിന് സമരം നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇതിനെ ഒരു പുല്ല് വില പോലും ഇവർ കൽപ്പിക്കുന്നില്ല. അതാണ് ഉണ്ടായിട്ടുള്ളത്.